നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് വളരെ ടേസ്റ്റായിട്ട് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവറും അതുപോലെ തന്നെ നെയ്യിലും 3 വലിയ സവാള വറുത്ത് കോരിയെടുക്കുക. അതിന് കുറച്ച് മാറ്റി വെക്കുക. ബാക്കി കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലാണ് നമ്മളിനി ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, മുഴുവനുള്ള ഗരം മസാല പൊടികൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയില പുതിനയില, അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീര്, 1 കപ്പ് തൈര്, അധികം പുളിയില്ലാത്തതാണ്. ഇനി കുങ്കുമപ്പൂവ് പാലിൽ കലക്കിയതാണ്, അതൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. 1/2 കപ്പ് ഉള്ളി വറുത്ത ഓയിലും കൂടെ ചേർത്തിട്ട് 1.5 കിലോ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. ചോറ് വേവിക്കാം. മുഴുവനുള്ള ഗരം മസാലകളും മല്ലിയില പുതിനയില ഒക്കെ ഇട്ട് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ്. ഇതൊരു 60% വെന്താൽ മതി. ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ എടുക്കും. ഇനി ഒരു ചിക്കൻ്റെ മുകളിലായിട്ട് ഫ്രൈഡ് ഓണിയനും അതുപോലെ മല്ലിയില പുതിനയില 60% വേവിച്ച അരിയും എല്ലാം ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി കുങ്കുമപ്പൂവും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു തടിത്തവി വെച്ചിട്ട് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. ആവി മുകളിലേക്ക് കയറി വരാനായിട്ടാണ്. ഒരു അലുമിനിയം ഫോയിലും ബട്ടർ പേപ്പറും കൂടെ വെച്ച് കവർ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ആദ്യം വേവിക്കാം. അതിനുശേഷം ഏറ്റവും കുറഞ്ഞ തീയിൽ 1 മണിക്കൂർ നേരം സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഈ ബിരിയാണി എടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പച്ചമണമൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.